എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മല്ലു സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ആണോ? നമ്മുടെ നാട്ടിലല്ല, അമ്പലത്തിലുള്ള അല്ലേ? ഞാനുണ്ട്, അമ്മ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതേ അമ്പലത്തിലൊക്കെ വന്നിരിക്കുകയാണ്. അമ്പലത്തിലൊക്കെ വന്നിട്ട് പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ് കാണുന്നത്. ഇതേ അമ്മക്കുട്ടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അമ്മക്കുട്ടി, നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരോട് എന്താ അമ്മക്കുട്ടിക്ക് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറഞ്ഞേ. നോക്കിയേ, പറഞ്ഞേ, പറയൂ. അപ്പോൾ ഞാനും അമ്മക്കുട്ടിയൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഒരു അമ്പലത്തിലൊക്കെ വന്നാണ്. അപ്പോൾ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ റിപ്ലൈ കൊടുക്കാനൊക്കെ സമയങ്ങൾ കിട്ടിയില്ല. ഒരുപാട് ആൾക്കാർ മെയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനെ പറ്റി അറിയാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ അങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിവേ നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നേരെ കിടക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഇല്ലേ, അതൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. കുവൈറ്റ് എംഒഎച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഇതിനു മുമ്പും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ പതിവ് പോലെ കുവൈറ്റ് എംഒഎച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കുവൈറ്റ് എംഒഎച്ച് റിലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പല തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മെയിൽ വഴി എല്ലാം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കുവൈറ്റ് എംഒഎച്ചിലോട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വിസയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നാട്ടിലോട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് വിസയും കാര്യങ്ങളും. ചിലരൊക്കെ മെഡിക്കലിന് വേണ്ടിയിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ചിലർ വിസ വന്നതിന് ശേഷം അറ്റസ്റ്റേഷനൊക്കെ വിട്ടു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിച്ചും കണ്ടൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുവൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുവൈറ്റിൽ നിന്ന് ലോക്കൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സമയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ലോക്കൽ റിക്രൂട്ട്മെന്റ് ഒക്കെ തകൃതിയായിട്ട് തന്നെ അതിൻ്റെതായ പ്രൊസീജിയറിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുവൈറ്റ് എംഒഎച്ചിന്റെ കൂടുതൽ വിശേഷങ്ങളാണ്. അപ്പോൾ നല്ലൊരു നേഴ്സിംഗ് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കുവൈറ്റ് പോലുള്ള രാജ്യത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസും അതിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കുവൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും വീഡിയോസ് വരുന്നെന്നുള്ള കാര്യം ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നേരെ കിടക്കാം. കുവൈറ്റ് എംഒഎച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് വന്നിരിക്കുന്ന ഒരു മെയിൽ ഇങ്ങനെയാണ്. വൈഫിന് കുവൈറ്റ് എംഒഎച്ചിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ മെയിൽ കിട്ടുകയുണ്ടായിരുന്നു. അതിൽ അവർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രോമെട്രിക് എക്സാം വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നവർക്ക് പ്രോമെട്രിക്ക് അവർ എക്സാം ആയിട്ട് പറയുന്നില്ല. നിങ്ങളെ ഓൺലൈൻ ഒരു ഇന്റർവ്യൂ മാത്രമാണ് അവർ ചെയ്യുന്നത്. എക്സാം അവരിവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. കാര്യം ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു എക്സാമും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഗ്യാപ്പിൻ്റെ കാര്യമൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാപ്പിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുവൈറ്റ് എംഒഎച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഏറ്റവും റെലവെന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് BLS നിർബന്ധമായിട്ടും വേണോ എന്ന് മാത്രം, അല്ലെങ്കിൽ BLS മാത്രം മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതോ ACLS BLS നമുക്ക് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കുവൈറ്റ് എംഒഎച്ചിലേക്കല്ല, നിങ്ങൾ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലേക്കാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ACLS BLS നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ACLS BLS നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടായിരിക്കുക. ACLS ഇല്ലെങ്കിൽ പോലും BLS എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാര്യം BLS നിർബന്ധമായും കുവൈറ്റിൽ ഉണ്ടായിരിക്കണം. കാര്യം നമ്മൾ ലൈസൻസിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും BLS നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് BLS സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് പ്രൈവറ്റിലാണെങ്കിൽ പോലും ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ BLS സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് മറ്റൊരു മെയിലിലേക്ക് കിടക്കാം. ചേട്ടാ, എനിക്കിപ്പോഴും സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഓഗസ്റ്റ് 13 ഇൻ്റർവ്യൂ കഴിഞ്ഞതാണ്. അതിനുശേഷം ഒരു തരത്തിലുള്ള റിപ്ലൈയും അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്.
ഓഗസ്റ്റ് 13-ന് നിങ്ങൾക്ക് റിപ്ലൈ നിങ്ങളുടെ എക്സാം കഴിഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എനിവേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ എക്സാം അല്ലെങ്കിൽ നിങ്ങളെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാസ്സായി എന്ന് അറിയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ലോകം കോൺട്രാക്റ്റിൻ്റെ ഒരു മെയിൽ വഴിയാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെയിൽ നിങ്ങളെ തേടി എത്തിയിരിക്കും. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻ കേസ് ആ മെയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് മറ്റൊരു വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോകളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്ലൈ ഞാൻ വീണ്ടും ഇതിനു വേണ്ടിയിട്ട് ഇടാനായിട്ട് കാരണം. അപ്പോൾ ഇതുവരെ റിപ്ലൈ കിട്ടാത്തവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ റിജക്റ്റഡ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്ക് മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ MOHലേക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൽ ആക്റ്റീവായിട്ടുള്ള മെയിൽ ഐ ഡി മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ. ഇടയ്ക്ക് ഈ സൈറ്റിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നതിൻ്റെ അകത്ത് അത്ര വലിയ കാര്യമൊന്നുമില്ല. കാര്യം സൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സൈറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വരുന്ന മെയിലുകൾ നിങ്ങൾ തറവായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഇൻബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ മെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനകത്തൊക്കെ വരുന്ന മെയിലുകൾ നിങ്ങൾ നോക്കി വെക്കുക. നിങ്ങൾക്ക് MOH റിലേറ്റഡ് ആയിട്ടുള്ള മെയിലുകൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം ജെന്യുവിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയാലോ. അപ്പോൾ അവരൊക്കെ തന്നെ നമുക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മളോട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണെന്ന് മാത്രം മനസ്സിലാക്കുക. കാര്യം ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നിങ്ങളെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൊന്നും ഒരു തരത്തിലുള്ള ഇടനിലക്കാരും കാര്യങ്ങളും ഉണ്ടാവത്തില്ല. നിങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊസീജിയർ നടക്കുന്നതിന് ഒരുപാട് സമയവും കാര്യങ്ങളും എടുക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന അവരുടെ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം നമ്മളോട് ഈ ചോദിക്കുന്നത് എത്ര സമയം എടുക്കും എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ നോർമലി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്ത് അവധിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നീളാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല, ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സൈറ്റ് ഓപ്പൺ ആകാത്തത് ഇവിടുത്തെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ടാണ്. ഒക്കെ പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോർമലി നടക്കുന്ന കാര്യങ്ങളാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നു. അതൊക്കെ ഓക്കെ ആവും. നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും.